ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മോഹൻലാൽ സിനിമകളിലൂടെ 133 ഭാഗത്തിൽ താളവട്ടം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. മോഹൻലാൽ, കാർത്തിക, ലിസി, നെടുമുടി വേണു, MG സോമൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയദർശൻ തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത 1986 ഒക്ടോബർ 9 റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രമാണ് താളവട്ടം. GP വിജയകുമാർ 7 ആർട്സ് ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ കഥ നെടുമുടി വേണുവിൻ്റേതാണ്. ചിത്രത്തിൻ്റെ വിതരണം ഏറ്റെടുത്തതും 7 ആർട്സ് തന്നെയായിരുന്നു. 1975 പുറത്തിറങ്ങിയ വൺ ഫ്ലൂ ഓവർ ദി കുക്കേഴ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന ആശയത്തെ ആധാരമാക്കിയുള്ളതാണ് ഈ ചിത്രം. കെൻ കേസിയുടെ അതേ പേരിലുള്ള നോവലിൻ്റെ അനുകരണമായിരുന്നു ഈ സിനിമ. ഈ ചിത്രം ഹിന്ദിയിൽ പ്രിയദർശൻ തന്നെ ക്യോങ്കി എന്ന പേരിലും തമിഴിൽ റോബർട്ട് രാജശേഖർ മനസുക്കൽ മത്താപ്പ് എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയുണ്ടായി. താരരാജാവായ മോഹൻലാൽ ജീവിച്ചഭിനയിച്ച സിനിമകളിലൊന്നാണ് താളവട്ടം. സിനിമ കണ്ട് വിനോദിൻ്റെ ജീവിതം ഒരു വിങ്ങലായി കൊണ്ട് നടന്നവരാണ് മലയാളി പ്രേക്ഷകർ. മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊന്നായ മലയാള സിനിമയിലെ എക്കാലത്തെയും ജനപ്രിയ സിനിമകളിലൊന്നായ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ആദ്യത്തെ ബ്ലോക്ക് ബ്ലാസ്റ്റർ വിജയമായി തീർന്ന ചിത്രമായ മോഹൻലാൽ കാർത്തിക ജോഡികൾ പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ച ചിത്രമായ ഒന്നാണ് താളവട്ടം. കൂടാതെ മോഹൻലാൽ, ലിസി, മോഹൻലാൽ, നെടുമുടി വേണു അങ്ങനെ മോഹൻലാൽ തൻ്റെ കൂടെ അഭിനയിക്കുന്നവരെ എല്ലാം പ്രേക്ഷകരുടെ ഇഷ്ട കോംബോകളാക്കി മാറ്റുന്നു എന്ന പ്രത്യേക മാജിക്ക് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി പ്രേക്ഷക മനസ്സുകളിൽ കയറിപ്പറ്റിയ മോഹൻലാൽ ജനപ്രീതിയിൽ മറ്റു നടന്മാരെ പിന്തള്ളി മെല്ലെ മെല്ലെ പ്രേക്ഷക മനസ്സുകളിൽ ഇഷ്ടം നേടി കുടിയിരിക്കാൻ തുടങ്ങിയത് 1986 അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ്. ആ ഇഷ്ടവും ജനപ്രീതിയും കൊടുമുടിയിലെത്തിച്ച സിനിമയാണ് താളവട്ടം. അക്കാലത്ത് സിനിമാ പ്രേമികളായിരുന്ന സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ചെറുപ്പക്കാരും എല്ലാം ഒരുപോലെ മോഹൻലാലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് താളവട്ട എന്ന സിനിമയിലൂടെ ആണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മോഹൻലാലിൻ്റെ കളിയും ചിരിയും തമാശകളും കുട്ടിത്തവും കുസൃതിയും ചമ്മലും തലകുത്തിമറിയലും ആ ചരിഞ്ഞുള്ള നടത്തവും ഒക്കെയും പാട്ടുരംഗങ്ങളിലെ ഓട്ടവും ചാട്ടവും അതിൻ്റേതായ മനോഹാരിതയോടെ പൂർണ്ണതയോടെ പ്രേക്ഷക മനസ്സുകളിൽ അടയാളപ്പെടുത്തിയത് ഈ ചിത്രത്തിലൂടെയാണ്. ഇപ്പോഴും മലയാളികൾ ആഘോഷിക്കപ്പെടുന്ന ഈ മോഹൻലാലിൻ്റെ മാനറിസങ്ങളാണ് ലാലിസം എന്നും ലാൽ സ്റ്റൈൽ എന്നും ഒക്കെ പ്രേക്ഷകർ താലോലിക്കുന്നത്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിനെ പ്രേക്ഷകർ ആഗ്രഹിച്ചു തുടങ്ങിയതും ഈ ചിത്രത്തിന് ശേഷമാണ്. 1986 ശേഷം ഇതുപോലെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുകയും എൻ്റർടൈൻ ചെയ്യിക്കുകയും ചെയ്ത ഒരു സംവിധായകൻ നായകൻ കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ജയറാം രാജസേനൻ കൂട്ടുകെട്ട് മറന്നുകൊണ്ടല്ല പറയുന്നത്. ഈ കൂട്ടുകെട്ടിലെ 8ാമത്തെ സിനിമയാണ് താളവട്ടം. കോമഡി സിനിമകൾ തുടരെ ചെയ്തിരുന്ന സംവിധായകൻ പ്രിയദർശൻ കുറച്ചുകൂടി ഗൗരവമായി സിനിമയെ സമീപിച്ചു തുടങ്ങിയതും താളവട്ടത്തിലൂടെയാണ്. ഇതിലും ഹ്യൂമറസായി അവതരിപ്പിച്ച് പ്രേക്ഷകരെ രസിപ്പിക്കാനാണ് പ്രിയദർശൻ ശ്രമിച്ചത്. ദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾക്കെല്ലാം വ്യക്തമായ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. ആ ഫോർമുല ആദ്യമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ സിനിമയിലൂടെ ആയിരുന്നു. കൊച്ചു കൊച്ചു തമാശകളിലൂടെ, രസകരമായ രംഗങ്ങളിലൂടെ, നായകൻ്റെയും നായികയുടെയും വഴക്കുകളിലൂടെ, അവരുടെ പ്രണയത്തിലൂടെ, നിറങ്ങൾ വാരിവിതറുന്ന മനോഹരമായ പാട്ടുകളിലൂടെ അങ്ങേയറ്റം രസിപ്പിച്ച് മനുഷ്യൻ്റെ മൃദുല ഭാവങ്ങളെ തൊട്ട് നൊമ്പരപ്പെടുത്തി വിങ്ങുന്ന മനസ്സോടെ ഒപ്പം നിറഞ്ഞ മനസ്സോടെ പ്രേക്ഷകനെ തിയേറ്ററിൽ നിന്നും പുറത്തിറക്കുന്ന ആ മാജിക് ഫോർമുല വീണ്ടും വീണ്ടും ആ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നു. ആ മാജിക് പിന്നെയും എത്രയോ സിനിമകളിൽ പ്രേക്ഷകർ അനുഭവിച്ചിരിക്കുന്നു. ഈ കൂട്ടുകെട്ട് എത്ര ഏറെ വിജയങ്ങൾ സമ്മാനിച്ചിരിക്കുന്നു പ്രേക്ഷകർക്കായി. വിവാഹത്തലേന്ന് തൻ്റെ കൺമുമ്പിൽ വച്ച് കാമുകി മരണപ്പെട്ടത് കണ്ട് സമനില തെറ്റി ഭൂതകാലം മറന്നുപോയ വിനോദ് എന്ന ചെറുപ്പക്കാരൻ ചികിത്സയ്ക്കായി ഗായത്രിയുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ വെച്ച് ഡോക്ടറായ ഗായത്രിക്ക് വിനോദിനോട് പ്രണയം തോന്നുന്നു. ഗായത്രിയും തൻ്റെ മുറച്ചെറുക്കനായ ഹരിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. ഗായത്രിയുടെ അച്ഛൻ
രവീന്ദ്രനാണ് ആ ഹോസ്പിറ്റലിൻ്റെ ഉടമ. മെൻ്റൽ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടറായ ഉണ്ണികൃഷ്ണന് പഠിക്കാൻ സഹായം ചെയ്തത് വിനുവിൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ കുഞ്ഞിലെ ഉണ്ണികൃഷ്ണനെ കണ്ട ഓർമ്മ ഉണ്ണികൃഷ്ണന് ഉണ്ടാകുന്നു. ആ വാത്സല്യവും സ്നേഹവും ഉണ്ണികൃഷ്ണന് വിനുവിനോട് ഉണ്ടാകുന്നു. വിനുവും ഗായത്രിയും തമ്മിലുള്ള ഇഷ്ടം അറിഞ്ഞ ഉണ്ണി അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ഹോസ്പിറ്റൽ ഉടമയും ഗായത്രിയുടെ അച്ഛനുമായ ഡോക്ടർ രവീന്ദ്രൻ വിനോദിനെ ഒരു ഓപ്പറേഷനിലൂടെ എന്നേക്കുമായി തളർത്തിക്കിടത്തുന്നു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ഉണ്ണികൃഷ്ണൻ വിനുവിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. ഒടുവിൽ വിനുവിൻ്റെ അതേ നമ്പർ സെല്ലിൽ മനോരോഗിയായി എത്തിയ ഗായത്രിയെ വീൽചെയറിൽ ഉരുട്ടിക്കൊണ്ടുവരുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. മനസ്സിൻ്റെ സമനില തെറ്റി ഭൂതകാലം മറന്നുപോയ, എന്നാൽ കളിയും ചിരിയും മനുഷ്യത്വവും വിട്ടുപോയിട്ടില്ലാതെ കുട്ടികളെപ്പോലെ പെരുമാറുന്ന, പ്രണയിക്കപ്പെട്ടതിനാൽ ജീവച്ഛവം ആകേണ്ടി വന്ന, സ്നേഹത്താലും വാത്സല്യത്താലും കൊല ചെയ്യപ്പെടുന്ന വിനുവിനായി ഗംഭീര പ്രകടനം തന്നെയാണ് മോഹൻലാൽ കാഴ്ചവെച്ചത്. അതിഭാവുകത്വത്തിലേക്ക് വഴുതിപ്പോകാൻ ഉണ്ടായിരുന്നിട്ടുകൂടി വളരെ നിയന്ത്രണത്തോടെയും അനായാസമായും ഉള്ള മോഹൻലാലിൻ്റെ ഡയലോഗ് ഡെലിവറിയും എടുത്തു പറയേണ്ടതാണ്. നെടുമുടി വേണു, കാർത്തിക, സോമൻ, ജഗദീഷ് ശ്രീകുമാർ എന്നിവരുടെ അഭിനയവും മറക്കാവുന്നതല്ല. നെടുമുടി വേണു ഉണ്ണികൃഷ്ണനായാണ് നെടുമുടി വേണു വേഷമിട്ടത്. ബിനുവിനോടുള്ള സ്നേഹവും വാത്സല്യവും കാരണം ജീവച്ഛവമായി കിടന്ന ബിനുവിനെ ഈ ലോകത്ത് നിന്നും രക്ഷപ്പെടുത്തുവാനായി ബിനുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കഴുത്ത് ഞെരിക്കുന്ന രംഗം എങ്ങനെ നൊമ്പരപ്പെടുത്താതിരിക്കും. ബിനുവിൻ്റെ ഉണ്ണിയേട്ടനായി നെടുമുടി വേണു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബിനുവിനെ കൊന്ന ശേഷവും രവീന്ദ്രനോട് വന്ന് പറയുന്ന രംഗം, ഞാനവനെ കൊന്നു എന്ന ഡയലോഗ് എങ്ങനെ മറക്കാനാവും. ബിനുവിൻ്റെ കുസൃതികൾ ഏറ്റുവാങ്ങി അവനെ പ്രണയിച്ച ഗായത്രിയുടെ നിഷ്കളങ്കമായ ചേഷ്ടകൾ കാർത്തിക എന്ന നടിയെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളായി. ലിസിയും ജഗദീഷ് ശ്രീകുമാറും വളരെ നന്നായി തന്നെ തങ്ങളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. വില്ലനായി വന്ന MG സോമൻ പ്രേക്ഷകരുടെ വെറുപ്പും പ്രാക്കും ഇത്രത്തോളം ഏറ്റുവാങ്ങിയ മറ്റൊരു വില്ലൻ കഥാപാത്രവും കാണില്ല എന്ന് തന്നെ പറയും. അതുതന്നെ സോമൻ എന്ന നടൻ്റെ അഭിനയ മികവെടുത്ത് കാണിക്കുന്നു. S കുമാറിൻ്റെ ഛായാഗ്രഹണവും പൂവച്ചൽ ഖാദർ, രഘുകുമാർ, രാജാമണി ടീമിൻ്റെ മനോഹര ഗാനങ്ങളും ജോൺസൺ മാഷിൻ്റെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് മാറ്റുകൂട്ടുന്നു. MG ശ്രീകുമാറിൻ്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ഗാനമായ പൊൻവീണേ എന്നുള്ളിൽ മൗനം പാടൂ എന്ന ഗാനവും ഈ ചിത്രത്തിലേതാണ്. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളി നീയല്ലേ, കളഭം ചാർത്തും കനകക്കൊന്നിൽ തനുവും താലോലം കിളികൾ എന്നീ ഗാനങ്ങളും ഈ ചിത്രത്തിന് വേണ്ടിയുള്ളതായിരുന്നു, ഈ ചിത്രത്തിന് സ്വന്തം. ഇനിയും പ്രിയദർശൻ ലാൽ കൂട്ടുകെട്ടിൽ സിനിമകൾ ഇറങ്ങുകയും ലോകം കീഴടക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.